തമിഴ്നാട്ടിലെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിൽ മുഖ്യമന്ത്രി വിജയ് ദേശീയ പതാക ഉയർത്തി. അതിഥിയായി നടി തൃഷ എത്തിയതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം. இங்க மேல ஏறி வந்து இந்த 80வது சுதந்திர தின நாள்ல நம்ம நாட்டோட தேசிய கொடியை ஏத்தி வச்சு இன்னைக்கு இந்த விழாவில் என்ன பேசவும் வச்சிருக்கிறீங்க. அதுக்காக உலகம் முழுவதும் இருக்கிற என்னுடைய தமிழ் சொந்தங்களுக்கும் தமிழ்நாட்டு மக்களுக்கும் ஜென்சி இளம் சிங்கப்படை தோழர்களுக்கும் என்னுடைய மனமார்ந்த நன்றியை தெரிவிச்சுக்கிறேன். ഫോർട്ട് സെന്റ് ജോർജിൽ നടന്ന 80ാം സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾക്ക് മുഖ്യമന്ത്രി വിജയ് നേതൃത്വം നൽകി. അഴിമതിയോട് തന്റെ സർക്കാർ സന്ധിയില്ലാ സമരം ചെയ്യുമെന്നും അഴിമതിമുക്ത തമിഴ്നാടാണ് ലക്ഷ്യമെന്നും പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ഉദ്യോഗസ്ഥരുടെയും ജനങ്ങളുടെയും പിന്തുണയും സഹകരണവും തനിക്ക് വേണമെന്നും വിജയ് അഭ്യർത്ഥിച്ചു. 8 கோடி பேரோட அந்த பிரதிநிதி தான் முதலமைச்சர் பதவின்னு சொல்லுவாங்க. அதனால தான் சொல்றேன், மக்கள் தான் ஆட்சியாளர்கள். இங்க நானு எல்லாருமே அங்க இருக்கிறவங்க எல்லாருமே மக்களோட சர்வன்ட்ஸ். அப்படிதான் நான் அதை பார்க்கிறேன். ஸோ வாங்க எல்லாருமா சேர்ந்து நம்ம கடமையை சேர்ந்து செய்வோம். நம்ம அரசுக்கு எதிரான சக்திகளையும் சரி சதிகளையும் சரி முறியடிப்போம். நீங்க எல்லாரும் நம்மளோட இருக்கும்போது எனக்கு வேற என்னங்க கவலை? நல்லதை மட்டுமே നോക്കി നഗരുவோം. ജാതിമത പണ അധികാര ഹുങ്കുകളെ തകർത്ത് തനിക്ക് അവസരം നൽകിയതിന് തമിഴ്നാട്ടിലെ ജനങ്ങളെ താൻ സല്യൂട്ട് ചെയ്തു. ജനക്ഷേമം ഉറപ്പാക്കാൻ കേന്ദ്രവുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്കും തമിഴ്നാടിന്റെ നയങ്ങൾക്കുമെതിരായ നടപടികളുണ്ടായാൽ ശക്തമായി എതിർക്കുമെന്നും വിജയ് കൂട്ടിച്ചേർത്തു. അമ്മ ക്യാന്റീനും സ്കൂളുകളിലെ പ്രഭാത ഭക്ഷണ പദ്ധതി 8ാം ക്ലാസ് വരെ ഉയർത്താനുള്ള തീരുമാനവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾക്ക് തമിഴ് സിനിമാ ലോകത്തു നിന്നും രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നും വലിയ ശ്രദ്ധയാണ് ലഭിച്ചത്. സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ നടി തൃഷ പങ്കെടുത്തും സോഷ്യൽ മീഡിയയിൽ പ്രധാന ചർച്ചാ വിഷയമായിട്ടുണ്ട്. ചടങ്ങിന്റെ മുൻനിരയിൽ തന്നെ സാന്നിധ്യമായി തൃഷയുണ്ടായിരുന്നു. വിജയുടെ പിതാവിനും മറ്റു പ്രമുഖ വിശിഷ്ടാതികൾക്കൊപ്പമാണ് തൃഷയിരുന്നത്. ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ്. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.